ധർമ്മസ്ഥല കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ SIT, റവന്യൂ വനം വകുപ്പ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയാണ് പരിശോധന. കഴിഞ്ഞ ദിവസം 7ഓളം മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ ബംഗ്ലാഖുണ്ടിലാണ് ഇന്നും പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇന്നലെ മാത്രം 7 മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 7ഓളം മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി എന്നൊരു കാര്യം നമുക്ക് വ്യക്തമാണ്. എന്തായാലും തുടരന്വേഷണമായി തന്നെയാണ് ഇപ്പോൾ SIT പോകുന്നത്. വാർത്തയുടെ മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ജോസഫ്? സ്ഥലയിൽ വീണ്ടും മണ്ണ് നീക്കിയുള്ള പരിശോധനയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള നീക്കവുമാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള 13 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ബംഗ്ലഗുഡ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് 11A എന്ന് നേരത്തെ SIT സംഘം വിശേഷിപ്പിച്ച സ്ഥലമാണ്. ഇവിടെ നിന്ന് നിരവധി അസ്ഥികൾ നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഒരു സാക്ഷിയുടെ മൊഴി പ്രകാരം ഈ ഭാഗത്ത് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയതിൽ നിന്ന് 7ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹമുണ്ട് എന്നും അനൌദ്യോഗികമായി വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ ഈ അസ്ഥിഭാഗങ്ങളെല്ലാം വിദഗ്ധമായ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നും സമാന രീതിയിൽ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. എന്തായാലും ദുർമന്ത്രവാദത്തിന്റെയും മറ്റും തെളിവുകളും ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം, ഇതിൽ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു തെരച്ചിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായിരുന്നു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തത് പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സാക്ഷി മൊഴി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയും ഇത്തരത്തിൽ ഈ സാക്ഷി മൊഴികളിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് SIT സംഘത്തോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗ്ലഗുഡയിൽ വീണ്ടും എത്തി ഇത്തരത്തിൽ പരിശോധന നടത്തി. എന്തായാലും ഇന്നും സമാന രീതിയിൽ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോഴും SIT സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകുന്ന സ്ഥലമല്ല ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിറ്റൽ ഗൗഡ എന്ന് പറയുന്ന ഒരു സാക്ഷിയുണ്ട്. ഈ വിറ്റൽ ഗൗഡ കാണിച്ചു നൽകുന്ന ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ ശുചീകരണ തൊഴിലാളി വിവിധയിടങ്ങളിൽ മൃതദേഹം മറവ് ചെയ്യുന്നത് നേരിട്ട് കണ്ട ആളുകളുണ്ട്. ഇവരും ഈ അന്വേഷണത്തെ സഹായിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോട് കൂടി തന്നെ ഈ SIT സംഘം ഈ ബംഗ്ലഗുഡയിൽ എത്തുകയും കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ മഹസർ, അതായത് തലയോട്ടിയുടെ ഭാഗം കണ്ടെത്തുന്നതിന് വേണ്ടി അതിന്റെ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഈ ഭാഗത്ത് അസ്ഥികളും മറ്റും കണ്ടെത്തിയത്. എന്തായാലും ഇവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുന്ന വഴി കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഈ കണ്ടെത്തിയ തലയോട്ടികളിൽ ചെറിയ തലയോട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇത് കുട്ടിയുടേതാണ് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രവുമല്ല, ഈ സാരിയുടെ ഭാഗങ്ങളടക്കം ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളും ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടത് ഈ അന്വേഷണ സംഘവും ബന്ധപ്പെട്ട അധികാരികളുമാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടു. ഈ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സാക്ഷിമൊഴികളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണം. അസ്ഥികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തണം. മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അങ്ങനെ കാര്യക്ഷമമായ തന്നെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇന്നും സമാന രീതിയിൽ തെരച്ചിലുണ്ടാകും. വരും ദിവസങ്ങളിലും സമാന രീതിയിൽ തെരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. എന്തായാലും ദുരൂഹതകൾ മുറുകുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. 7 തലയോട്ടികൾ അല്ലെങ്കിൽ 7 മനുഷ്യ ശരീര അസ്ഥികൂടങ്ങൾ കണ്ടെത്തി എന്നൊരിതുണ്ട്. ബംഗ്ലാഖുണ്ടിലാണ് ഇന്നും പരിശോധന തുടരുന്നത്. കുഞ്ഞുകുട്ടികളുടെ അടക്കം സംശയിക്കുന്ന രീതിയിലുള്ള കുഞ്ഞു തലയോട്ടികളും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ദുരൂഹത മുറുകുന്ന സാഹചര്യമാണ് ധർമ്മസ്ഥലയിൽ നിലവിലുള്ളത്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.